ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് വരാനുള്ള ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല രസകരമായ ഒരു എപ്പിസോഡ് വിശേഷമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുധിക്കൊരു പണി കിട്ടുകയാണ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടവഴിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സുധിക്ക് ഒരു ചെറിയ പണി, ഒരു പട്ടി സുധിയെ കടിക്കുകയാണ്. ആ പട്ടി കടിച്ചു കഴിയുമ്പോൾ പിന്നെ സുധിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആവുക. പേ പിടിക്കുമോ, മരിച്ചു പോകുമോ എന്നൊക്കെ ഉള്ള പേടി കാരണം സുധി ശരിക്കും പേ പിടിച്ച പോലെ തന്നെ ആവുകയാണ് ചെയ്യുന്നത്. വളരെ രസകരമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സച്ചി ഓട്ടം കഴിഞ്ഞ് വരികയാണ്. ഓട്ടം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ചന്ദ്രയും ഭാമയും കാണുക. അപ്പം നോക്കുമ്പം വഴി നീളെ ചന്ദ്ര മരങ്ങൾ നടുകയാണ് ചെയ്യുന്നത്. മരങ്ങളൊക്കെ നട്ടിട്ട് ഭാമയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. റീൽസ് പോലെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ സച്ചി വണ്ടിയിലിരുന്നിട്ട് കുറച്ച് നേരം അതിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എന്താണെന്ന് സംഭവമൊന്നും സച്ചിക്ക് പിടികിട്ടിയില്ലേ. അങ്ങനെ സച്ചി, ഇതെന്താ അമ്മ ഇപ്പം ഈ ചെയ്യുന്നത്? വഴിയിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. എന്തൊരു അത്ഭുതം ഇത്! വീട്ടിൽ നിന്ന മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ ആശാട്ടിയാ ഇപ്പം വഴി നീളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഭാമാൻ്റി അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ റീലായിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പണി ഒപ്പിച്ചിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം, എന്താ പരിപാടിയെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് നടക്കുക. അപ്പോൾ അവിടെ ചന്ദ്ര പ്രസംഗിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ 1000-ഓളം മരങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീടിന് ചുറ്റും ഞാൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. തണൽ തരുന്ന മരങ്ങളൊന്നും നമ്മൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ഇതുപോലെ ഇനിയും ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ പ്രസംഗിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചി വിചാരിക്കുക, കൊള്ളാം. അന്ന് വീടിൽ ഒരു റൂം കൂടെ കൂട്ടിപ്പിടിക്കാനുള്ള പണി നടന്ന സമയത്ത് അവിടെ നിന്ന് ആ 2 വലിയ മരങ്ങൾ അമ്മ നിർബന്ധിച്ച് വെട്ടിക്കളയുകയായിരുന്നു. അച്ഛൻ വെട്ടണ്ടെന്ന് പറഞ്ഞിട്ടും അതൊക്കെ വെട്ടി ദൂരെ വെറുതെ വീടിന് ശല്യമാകും എന്നും പറഞ്ഞ് ചെയ്ത ആളായി ഇപ്പം ഈ പ്രസംഗിക്കുന്നത്. വഴി നീളെ മരം തടന്നത്. ഇതൊന്നും ഞാൻ പൊളിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആദിക്കുട്ടനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദിയാണെങ്കിൽ ഇപ്പോൾ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് നിൽക്കുന്നത്. നേരത്തെ വീട്ടിൽ നിന്ന സമയത്ത് വിമലയാണെങ്കിൽ കല്യാണി നീ തന്നെ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അതിനും പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇത്രയും നാളുകളായിട്ടും കുഞ്ഞ് പറഞ്ഞിട്ടും ശ്രുതി കുഞ്ഞിനെ അംഗീകരിക്കാനോ ശ്രുതിയുടെ വീട്ടിൽ അതിനെക്കുറിച്ച് പറയാനോ ഒന്നും തയ്യാറാവാത്തത് വിമലയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടാകുകയാണ്. അങ്ങനെ വിമലയും ശ്രുതിയും തമ്മിൽ നല്ല വഴക്കുണ്ടാവുമ്പോൾ വിമല കുഞ്ഞിനെ കൊണ്ട് ശ്രുതിയുടെ അടുത്താക്കിയിട്ട് പറയുക, ഇനിയിപ്പം നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് വയ്യ. നീ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുത്തോ കല്യാണി, നീ തന്നെ ഇവനെ നോക്കിക്കോ. ആദ്യ മോന് നീ ഇല്ലാതെ പറ്റില്ലെന്നാണ് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുക. അങ്ങനെ വിമലയുമായിട്ട് പിണങ്ങുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആദ്യ മോനെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ്, ഒരു ബോർഡിംഗ് സ്കൂളിൽ. ആ സ്കൂളിലാണെങ്കിൽ ഒരു ഗാർഡിയനായിട്ട് ശ്രുതിയുടെ ഒരു ഫ്രണ്ടിനെയാണ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഫ്രണ്ടാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. ശ്രുതി അവിടെ വല്ലപ്പോഴും ഒന്ന് വന്ന് കുഞ്ഞിനെ കാണുക പോലും ചെയ്യാനായിട്ട് കൂട്ടാക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആദ്യ മോനാണെങ്കിൽ ആകെ വിഷമമായിട്ട് മൊത്തം സ്കൂളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഗാർഡിയനായിട്ടുള്ള പെൺകുട്ടി പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ വിളിച്ച് ശ്രുതിയോട്, ശ്രുതി നിൻ്റെ കൊച്ചിനെ വന്ന് നീ ഇടയ്ക്ക് കാണ്, അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവിടെ എല്ലാവരോടും വഴക്കുണ്ടാക്കുകയാണ്. സ്കൂളിൽ നിന്ന് എപ്പോഴും അവർ വിളിച്ച് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ ശ്രുതി പറയേ, എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്കിപ്പോൾ അവനെ വന്ന് കാണാനോ അവനെ കൂട്ടിക്കൊണ്ട് പോകാനോ ഒന്നും പറ്റില്ല. ആരെങ്കിലും കണ്ടാൽ എന്താവും അതിൻ്റെ അവസ്ഥ എന്നറിയോ? അതുകൊണ്ട് ഞാൻ തൽക്കാലം അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയാണ്. ഇത് ആദിയുടെ മനസ്സിൽ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒരു ഓർഡർ കിട്ടുകയാണ്. നമ്മുടെ ആദിമോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ഫംഗ്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫുൾ ഫ്ലവർ ഡെക്കറേഷൻസിൻ്റെ ഓർഡറാണ് അവർ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ രേവതി അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ രേവതിയുടെ ശത്രു വേറൊരു ചേച്ചിയുണ്ട്, ചിന്താമണിയും അവിടെ ചെല്ലുകയാണ്. രേവതി എവിടെയെങ്കിലുമൊക്കെ പോയി മാല കെട്ടുക, ഓർഡർ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ആ പുറകെ എല്ലാം ഈ ചിന്താമണി നടന്ന് അതെല്ലാം മുടക്കിക്കാൻ ശ്രമിക്കും.
രേവതിയെക്കാളും കുറച്ച് കൊട്ടേഷൻ വിളിച്ച് ആ ഓർഡറെല്ലാം അവർ പിടിച്ചെടുക്കും. ഇതവരുടെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ രേവതി ആ സ്കൂളിൽ പോയപ്പം ചിന്താമണി എത്തുക. അങ്ങനെ രേവതിയോട് ഹെഡ് മാസ്റ്റർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ എങ്ങനെയാ രേവതിയുടെ കൊട്ടേഷൻ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ്, ആ വന്നിരിക്കുന്ന അവരുണ്ടല്ലോ, അവരും കൊട്ടേഷൻ തരാൻ വന്നിരിക്കുന്നതാന്ന് പറയാം. അപ്പോൾ രേവതിയോട് ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, എത്രയാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പം രേവതി നന്നായിട്ട് എമൗണ്ട് കുറച്ചങ്ങ് പറയുകയാണ് കേട്ടോ. 1,00,000 രൂപയ്ക്ക് മേളിലൊക്കെ വരുന്ന ഒരു കൊട്ടേഷൻ ആണെങ്കിൽ പോലും രേവതി അതിന് 15,000 രൂപ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്, 15,000 രൂപയ്ക്ക് രേവതി അത് ചെയ്തു തരുമോ ചോദിക്കുക. അതൊക്കെ ചെയ്തു തരാം സാറേ എന്ന് പറയാണ്. അതേസമയം ഈ ചിന്താമണി രേവതിയോട് ചോദിക്കുക, രേവതി നീ എന്താ ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? അല്ല, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോൾ രേവതി പറയും, ഒന്നുമില്ല, ചുമ്മാ ഇവിടേക്ക് ഒന്ന് കാണാൻ വന്നതാ, സ്കൂളല്ലേ എന്ന് പറയാണ്. അപ്പോൾ ചിന്താമണി പറയാ, രേവതി നീ എത്ര രൂപ കൊട്ടേഷൻ കൊടുത്തോ അതിൽ കുറച്ച് ഞാൻ വിളിക്കും. അപ്പോൾ രേവതി പറയാ, വിളിച്ചോ, അതിനെനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ പണി, എവിടെയെങ്കിലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പുറകെ വരിക, അത് മുടക്കിക്കുക, അത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ. അപ്പോൾ അവർ പറയാ, ആണെങ്കിൽ കണക്കായിപ്പോയി എന്ന് പറയാം. അപ്പോൾ ഹെഡ് മാസ്റ്റർ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റും, എത്ര രൂപയുടെ കൊട്ടേഷനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവർ പറയാ, അതെ, ആ പെൺകുട്ടി എത്ര രൂപയുടെ കൊട്ടേഷനാണോ പിടിച്ചത് അതിലും ഒരു 5,000 രൂപ കുറവ്, അതിന് ഞാൻ പിടിക്കും എന്ന് പറയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങൾ കൊള്ളാലോ, അവരെക്കാളും 5,000 രൂപ കുറവിനാണ് നിങ്ങൾ പിടിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ കൊട്ടേഷൻ തന്നേക്കാന്ന് പറയാം. അപ്പോൾ ചിന്താമണിക്ക് ഭയങ്കര ഗമയായിപ്പോയി. രേവതി പിടിച്ചതിലും ഒരു 5,000 രൂപ കുറച്ചാലും രേവതിയുടെ കയ്യിൽ നിന്ന് ആ പണി പോവുകയും ചെയ്യും, തനിക്കത് കിട്ടുകയും ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ്, അതെ, നിങ്ങൾ കേട്ടോ, രേവതി 15,000 രൂപയ്ക്ക് ആ കൊട്ടേഷൻ പിടിച്ചത്, നിങ്ങളിപ്പോൾ അതിലും 5,000 രൂപ കൂടി കുറയ്ക്കാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് നിങ്ങളിത് ചെയ്തു തരും അല്ലേന്ന് ചോദിക്കുക. അപ്പോൾ ശരിക്കും ചിന്താമണി അങ്ങ് ഞെട്ടിപ്പോവാണേ. 1,00,000 രൂപയ്ക്ക് മേളിൽ കിട്ടേണ്ടതാ, പക്ഷേ 10,000 രൂപയ്ക്ക് ചെയ്യേണ്ടി വരിക, ബാക്കി എത്രയും തുക തനിക്ക് നഷ്ടമാണ് വരുന്നത്. രേവതി ഏതായാലും ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് അവർ ഓർത്തില്ല. 15,000 രൂപയ്ക്ക് ഈ കൊട്ടേഷൻ പിടിക്കുമോ? അത്രയ്ക്കൊന്നും അല്ലല്ലോ അത് ഉള്ളത് എന്നൊക്കെ അവർ വിചാരിക്കുക. എന്നാലും അവർ ഗതികേടുകൊണ്ട് അത് സമ്മതിക്കേണ്ടി വരിക. അപ്പോൾ രേവതി അവരോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ചേച്ചി, നല്ലൊരു കൊട്ടേഷൻ അല്ലേ, നല്ല ഓർഡറല്ലേ കിട്ടിയത്, ഏതായാലും നല്ല ഭംഗിയായിട്ട് അവർക്കത് ചെയ്തു കൊടുക്കുക 10,000 രൂപയ്ക്ക്. അപ്പോഴേക്കും നാശം എന്നൊക്കെ പറഞ്ഞ് ചിന്താമണി അവിടെ നിൽക്കുക. അതിനൊക്കെ ശേഷം നമ്മുടെ രേവതി അവിടെ നിന്ന് പോവാണ്. രേവതി പോകാൻ നേരത്തേക്കും നമ്മുടെ ആദിമോൻ കാണുന്നുണ്ട് കേട്ടോ രേവതിയെ കാണുമ്പോഴേക്കും ആദിമോൻ രേവതിയുടെ വണ്ടിയുടെ പുറകെ കുറേ അങ്ങ് ഗ്രൗണ്ടിലോട്ട് ഓടുക. രേവതി ആൻറ്റി എന്നൊക്കെ വിളിച്ചിട്ട് രേവതി തൊട്ട് കാണുന്നുമില്ല, അങ്ങ് പോവാണ്. അപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു നിർത്തുകയാണ് ആദിമോനെ. എന്നിട്ട് പറയുന്നുണ്ട്, കയറിപ്പോന്ന് പറയാം. അങ്ങനെ ആദ്യം രേവതി കാണുന്നുമില്ല, ആദ്യം സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് രേവതിക്ക് മനസ്സിലാവുന്നുമില്ല കേട്ടോ. ആദിക്ക് ഭയങ്കര വിഷമാവുകയാണ്. ആദ്യം അപ്പോഴും അവൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ആലോചിക്കുകയും ക്ലാസ്സിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുക. ആദ്യയുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഒന്നിനും വരുന്നില്ലല്ലോടാ എന്ന് പറയാണ്. അങ്ങനെ സ്കൂളിലെ ആനുവൽ ഡേ ഒക്കെ വരിക. ആനുവൽ ഡേ വരുമ്പോഴും എല്ലാ കുട്ടികളുടെ അമ്മമാർ എത്തുന്നുണ്ട്, അമ്മമാരും അച്ഛന്മാരും എല്ലാവരും എത്തുകയാണ്. പക്ഷേ ആദിയുടെ മാത്രം പേരൻസ് ആരും എത്തുന്നില്ല. അങ്ങനെ ആദിക്ക് വിഷമമായിട്ട് ഒരു സൈഡിൽ ആദ്യം ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ മറ്റു കുട്ടികളെല്ലാം ഈ കൊച്ചിനെ കളിയാക്കുക കേട്ടോ. അതെ, നീ കണ്ടോ, നിനക്ക് അമ്മയില്ല അച്ഛനും ഇല്ല, അമ്മയുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അമ്മ നിന്നെ കാണാൻ വരില്ലായിരുന്നോ? ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരുടെയും പേരൻസ് വന്നിരിക്കുന്ന നീ കണ്ടില്ലേ, നിൻ്റെ മാത്രം വന്നിട്ടില്ല, അപ്പം നിനക്ക് അങ്ങനെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ ആദ്യം ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അതേസമയം വേറൊരു സംഭവം കൂടി അവിടെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി അതുവഴി പോവാണ്. രേവതി പോകുന്ന സമയത്ത് തന്നെ ആദി ഓടി ചെല്ലുന്നുണ്ട് രേവതിയെ എന്ന് വിളിച്ച്. പക്ഷെ രേവതി കാണുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സുധിയാണ് കേട്ടോ ആദിമോൻ പഠിക്കുന്ന സ്കൂളിലെ ചീഫ് ഗസ്റ്റായിട്ട് ആനുവൽ ഡേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിക്കാൻ ഒരു വലിയ ബിസിനസ്മാനാണല്ലോ സുധിക്ക് ഒരു വലിയ ഷോറൂമുണ്ട്, ഇലക്ട്രിക് കടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്മാനെ വിളിക്കുകയാണ്. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സാധാരണക്കാരനായ ബിസിനസ്മാൻ. കുട്ടികൾക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സുധിയെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റിട്ട് സുധി പോകാനായിട്ട് ഇറങ്ങുകയാണ്.
പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ, എങ്ങോട്ടാ ശ്രുതി ഇന്നെന്ന് ചോദിക്കുമ്പം എനിക്ക് ആ സ്കൂളിലെ ഒരു ആനുവൽ ഡേ ഫംഗ്ഷൻ്റെ ഇനോഗ്രേഷന് ചെല്ലാൻ പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട്, അതിന് പോവാന്ന് പറയാം. അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം പഠിക്കുന്ന സ്കൂളാണെന്നുള്ള കാര്യമൊന്നും കേട്ടോ. അങ്ങനെ ശ്രുതി പോവുകയാണ്. ശ്രുതി പോയി കഴിയുമ്പോൾ ശ്രുതി പിന്നെയും വിളിക്കുമ്പം ശ്രുതി പറയാണ് ഇന്ന സ്കൂളിലെയാണ്, ആ ബോർഡിംഗ് സ്കൂളാന്ന് പറയുക. അപ്പോഴേക്ക് ശ്രുതിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, ഇത് ആദിമോൻ പഠിക്കുന്ന സ്കൂളാണല്ലോ, ആദിമോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണല്ലോ ശ്രുതിക്ക് ഇനാഗ്രേഷൻ. ശ്രുതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുമല്ലോ, ആ സ്കൂളിൽ ചെന്ന് ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ. ഞാനും ആദിമോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് പോകാനിരിക്കുകയാണല്ലോ. ശ്രുതി എങ്ങനെയെങ്കിലും അവിടെ പോകാതിരിക്കണം, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാം. എന്നിട്ട് മനസ്സിൽ ശ്രുതി വിചാരിക്കുകയാണ് എങ്ങനെയാലും ശ്രുതിയെ പിന്തിരിപ്പിക്കണം. എന്നിട്ട് ഫോൺ വിളിക്കുകയാണ് ശ്രുതിയെ. എന്നിട്ട് പറയാ, ശ്രുതി എനിക്ക് തീരെ വയ്യ, തല കറങ്ങിയിട്ട് വയ്യ, അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് തീരെ വയ്യ, ശ്രുതി ഇപ്പം ഇവിടെ എത്തണമെന്ന് പറയാം. ശ്രുതി പറയാം, അയ്യോ ശ്രുതി എന്ത് പറ്റി? ശ്രുതി ഇപ്പം എത്തണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് സ്കൂളിൽ ഇനോഗ്രേഷന് ചെല്ലണം. എൻ്റെ ശ്രുതി, ഞാനാണോ വലുത് ഇനോഗ്രേഷനാണോ വലുത്? അവരെ വിളിച്ചറിയിക്കേ, വൈഫിന് തീരെ വയ്യാതെ ഹോസ്പിറ്റലിലാന്ന്, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരെന്ന് പറയാം. ശ്രുതിയാണെങ്കിൽ സ്കൂളിലുള്ളവരെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് ഇനാഗ്രേഷന് പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ വൈഫിന് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. അപ്പോൾ അവർ പറയണം ഓക്കെ വൈഫിന് വയ്യാത്തല്ലേ, തിരിച്ചു പോയിക്കോളാൻ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി തിരിച്ചു പോരുകയാണ്. അതേസമയം ശ്രുതിക്ക് ഒരു പ്രശ്നവും ഇല്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തു പറ്റി, നിനക്ക് തീരെ വയ്യെന്ന് പറഞ്ഞല്ലോ, എന്താ പ്രശ്നം, എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, പിന്നെ വിശേഷം ഉണ്ടാവണമെങ്കിലേ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അമ്മ എന്താ പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇപ്പോൾ ഉടനെ ഒരു കുട്ടി വേണ്ടെന്നല്ലേ, അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്ത് വിശേഷം ഉണ്ടാകാനാ ശ്രുതി വേറെ വല്ല പണി നോക്ക്, ഇപ്പോൾ ഒരു വിശേഷവും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാ, ഒയ്യോ ഞാനങ്ങ് വിചാരിച്ചു എന്തെങ്കിലും വിശേഷം ഉണ്ടായിരിക്കുമെന്ന് എന്ന് പറയാം. എന്നിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ശ്രുതി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടാവുകയാണ്. കാരണം അതിനൊക്കെ 2 ദിവസം മുമ്പ് വഴി കൂടി ഒരു പട്ടി പോകുമ്പോഴേക്കും ശ്രുതി അതിനെ ഒരു കല്ല് വെച്ചെറിയുക. പട്ടിക്ക് നന്നായിട്ട് വേദന എടുത്തിട്ട് അത് കരഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ശ്രുതി വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പട്ടി അതുവഴി വരികയാണ്. പട്ടിയെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഓണറെ. പട്ടി വന്നു കഴിയുമ്പോഴേക്കും ശ്രുതിയെ കാണുമ്പോൾ പട്ടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കുരയ്ക്കുകയാണ്. അതിന് ശ്രുതിയാണ് കല്ലെറിഞ്ഞതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുക. ദൈവമേ, ഈ പട്ടിയാണല്ലോ ഞാൻ കല്ലെറിഞ്ഞേ, പോ പട്ടി പോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. പക്ഷെ പട്ടി പോകാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അന്നേരം പട്ടി വന്നിട്ട് ശ്രുതിയുടെ കാലിനിട്ട് ഒറ്റ കടി കൊടുക്കുകയാണ്. അയ്യോ എന്നെ പട്ടി കടിച്ചേ എന്ന് പറയുക. അപ്പോൾ ഓണർ ഓടി വരികയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അല്ല നിങ്ങളുടെ പട്ടി എന്നെ കടിച്ചു എന്ന് പറയുമ്പോൾ ഓണർ പറയാം, നിങ്ങൾ കഴിഞ്ഞ ദിവസം അവനെ കല്ലെടുത്ത് എറിഞ്ഞില്ലേ, അവനത് ഓർത്തിരുന്ന് ഇപ്പം നിങ്ങളോട് പകരം വീട്ടിയതാ, സാരില്ല വീട്ടിൽ പോയിക്കോ, കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ട് പോയിക്കോ, എൻ്റെ പട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ പറയാം, അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല ഒന്നും സംഭവിക്കുമൊന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയെന്ന് അയാൾ പറയാം. അങ്ങനെ ശ്രുതി ആകെപ്പാടെ പേടിച്ച് കുറച്ച് വീട്ടിൽ ചെല്ലുക. അയ്യോ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ ശ്രുതി, എനിക്കൊരു അബദ്ധം പറ്റി ശ്രുതി, എന്നെ ആ പട്ടി കടിച്ചു, ഇത് കണ്ടോ എൻ്റെ കാലിൽ ആ പട്ടി കടിച്ചെന്ന് പറയുക. അപ്പോഴേക്ക് ശ്രുതി ഞെട്ടിപ്പോവും. അയ്യോ ശ്രുതി കുത്തിവെപ്പ് എടുത്ത് വന്നിട്ട് പട്ടി കടിച്ചോ? അപ്പോൾ പറയാണ്, ഇല്ല കുത്തിവെപ്പൊക്കെ എടുത്തു, എങ്കിലും എനിക്ക് പേടിയാ, ആ പട്ടി എന്നെ കടിച്ചു, എനിക്ക് തീരെ വയ്യ, എൻ്റെ കാലൊക്കെ വേദനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാരില്ല ശ്രുതി, കുത്തിവെപ്പ് എടുത്തല്ലേ, പോയി റെസ്റ്റ് എടുക്കുക, അതങ്ങ് മാറിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ ആകുമ്പോൾ സച്ചിയും രേവതിയും ഒക്കെ ഉണ്ട് കേട്ടോ, രവിയും എല്ലാം ഉണ്ട്. അപ്പോൾ ചന്ദ്രയാണേലും വന്നിട്ട് ചോദിക്കുക, എന്താ മോനെ നിനക്ക് എന്താ പറ്റിയത്, എന്താന്ന് പറ, പട്ടി നിന്നെ കടിച്ചോ, നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും സച്ചി പറയാ, പട്ടി കടിച്ചാൽ ഇപ്പോൾ വിഷമമൊന്നും തോന്നില്ല, ആ പട്ടി എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല, ഇനി അതിന് പേയോ മറ്റോ ഉണ്ടെങ്കിലേ അത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ആ പട്ടി ചത്തുപോയെങ്കിൽ ഇവനും പേ ഇളകും. ഇപ്പം പത്രത്തിൽ കാണാമല്ലേ എത്ര പേരെയാ തെരുവാ നായ്ക്കൾ കടിച്ച് പേ ഇളകി മരിക്കുന്നത്, അതുപോലൊന്നും ദുരവസ്ഥ ഇവൻ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് പേടിയാവുകയാണേ. എൻ്റെ സച്ചി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ, എനിക്ക് തീരെ വയ്യ അച്ഛാ, എനിക്ക് എന്തോ പോലൊക്കെ തോന്നുന്നു അച്ഛാ,
ആകെ മൊത്തം പട്ടിയെ പോലെ നിൽക്കുന്നതോ വാലാട്ടാനും എനിക്കാണ്ട് വാല് കിളുത്തു വരുന്നു പുറകില്. ഞാൻ എന്താ ചെയ്യുക? ഹോ എൻ്റെ ദൈവമേ, ബൗ ബൗ എന്നൊക്കെ ഇങ്ങനെ വയ്ക്കുക. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും പേടിച്ച് വിറയ്ക്കുക കേട്ടോ. ഈ ശ്രുതിയുടെ ഈ അവസ്ഥ കണ്ട് ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ശ്രുതി, ഇങ്ങനെയൊക്കെ കാണിക്കാതെ, ഒരു പ്രശ്നവും ഇല്ല. ശ്രുതിക്ക് തോന്നുന്ന ശ്രുതി പട്ടിയെപ്പോലൊന്നും അല്ല ഇരിക്കുന്നേ. ശ്രുതിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം, അതെ ശ്രുതി പോയി എനിക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്താ, എനിക്ക് പാലും ബിസ്ക്കറ്റും തന്നെ വേണമെന്ന് പറയുക. അപ്പോൾ ശ്രുതി അന്തം വിട്ട് കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുക. ഇതെന്താ ഈ ശ്രുതി പറയുന്നേ? അപ്പോൾ രവി പറയുക, എൻ്റെ പൊന്നു ശ്രുതി, നീ ഇങ്ങനെ പേടിക്കാതെ, ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് നോക്കാം. ആ പട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ ചത്തുപോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയാം. നീ കുത്തിവയ്പ്പൊക്കെ എടുത്താലേ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുക. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആ സമയം ഭയങ്കര പേടിയാവുക. പിറ്റേ ദിവസവും ശ്രുതി എണീറ്റ് വരുമ്പോൾ ആകപ്പാടെ പട്ടി നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി വെപ്രാളപ്പെട്ട് മാന്തി പറിച്ച് നിലത്ത് വന്നിരിക്കുന്നു. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എടേ നീ എന്തിനാ നിലത്ത് വന്നിരിക്കുന്നത്? നീ കയറി കട്ടിലിരിക്കടാ, നീ കസേരയിലിരിക്കടാ എന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ വേണ്ട, എനിക്കിവിടെ നിലത്തിരുന്നാൽ മതി, എനിക്ക് ആഹാരമൊക്കെ ഈ നിലത്ത് വച്ച് തന്നാൽ മതി, എനിക്ക് തോന്നുന്നു പട്ടിയെപ്പോലെ തന്നെയെന്നും പറഞ്ഞ് ബൗ 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 എന്നൊക്കെ പറഞ്ഞ് ഇളകിയവർ കാണിക്കുന്ന പോലെ തന്നെ അവിടെ ഇരുന്ന് നമ്മുടെ ശ്രുതി കാണിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ രേവതിയാണെങ്കിൽ രേവതിയുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ശ്രുതിയെ പട്ടി കടിച്ചു, എന്താ പറ്റുന്നതെന്ന് അറിയില്ല, ശ്രുതി ഇപ്പം വല്ലാതൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറയുക. അപ്പോൾ രേവതിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് നാരങ്ങ ജ്യൂസ് കൊടുത്താൽ മതി, നാരങ്ങ വെള്ളം കൊടുത്താൽ നല്ലതാണ് അതിനെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉടനെ തന്നെ രേവതി വന്നിട്ട് ശ്രുതിയോട് പറയുക, ശ്രുതി ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ പറയുക, ആഹാ ഇക്കാര്യം നീ നിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞോ? ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ അപ്പോഴേ നിൻ്റെ വീട്ടിൽ വിളിച്ച് പറയണം കേട്ടോ. ശ്രുതിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് ഉടനെ ഇതിനെ നിൻ്റെ വീട്ടിൽ വിളിച്ച് പറയാൻ പോയത് എന്ന് പറയുമ്പോൾ രേവതി പറയാം, ഞാൻ വേറൊന്നും കൊണ്ട് പറയാൻ പോയതല്ല ശ്രുതി, അത് അമ്മയൊരുക്കി ചില വൈദ്യമൊക്കെ അറിയാം, നാട്ടുവൈദ്യമൊക്കെ, അതെന്തെങ്കിലും അമ്മ പറഞ്ഞു തന്നാലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ. അമ്മ പറഞ്ഞു തന്നെ എനിക്ക് എന്താന്ന് വെച്ചാൽ നാരങ്ങ നീര് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരുമെന്ന്. അതുകൊണ്ട് ശ്രുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, പെട്ടെന്ന് ചെയ്യില്ല, ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന് പറയണം. അങ്ങനെ ശ്രുതി പോയി നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശ്രുതി തട്ടിക്കളയാണ്. എന്നിട്ട് ആകെപ്പാടെ ഇരുന്ന് കരയുകയും വെപ്രാളപ്പെടുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ചച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ശ്രുതി, നമുക്ക് ആ ഓണറെ വിളിച്ച് നോക്കാം, നീ അയാളുടെ നമ്പർ ഇങ്ങോട്ട് താ, ആ പട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കാം. അല്ല അതിനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പിന്നെ നമ്മൾ പേടിച്ചാൽ മതി, ഇല്ലേ വെറുതെ ഇരുന്ന് പേടിക്കൊന്നും വേണ്ടാന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, ഞാൻ വിളിച്ചോളാന്ന് പറയാം. അങ്ങനെ ശ്രുതി ആ ഓണറെ വിളിക്കുക. ഇന്നേരം ഓണർ ചോദിക്കുന്നുണ്ട്, എന്താ ഞാനാ ശ്രുതിയാ, എന്നെയാ നിങ്ങളുടെ പട്ടി കടിച്ചത്, എനിക്കിപ്പോൾ തീരെ വയ്യ, എന്തൊക്കെയോ വിമ്മിഷ്ടം തോടുവന്നോ, നിങ്ങളുടെ പട്ടി എൻ്റെ അവിടെ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുക, അയ്യോ എൻ്റെ പൊന്നു മോൻ, എൻ്റെ പട്ടി അവൻ പോയല്ലോ, അവൻ പോയി, അവനെ കാണാതെ എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല, എനിക്ക് ആപാടെ വിഷമ, നിങ്ങൾ ഇനി അവൻ്റെ കാര്യമൊന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ശ്രുതി പേടിച്ചു പോവുക. ശ്രുതി പറയുക, എൻ്റെ ദൈവമേ എനിക്ക് പേ പിടിക്കും, ഉറപ്പാ ആ പട്ടി ചത്തുപോയി, അതുകൊണ്ട് എനിക്ക് പേയാ, ഞാൻ നടക്കുന്നുണ്ടോ പട്ടി നടക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് മുട്ടയിലഴഞ്ഞൊക്കെ ഇങ്ങനെ നടന്ന് കാണിക്കുക. മൊത്തം ടെൻഷൻ അടിച്ച് ശ്രുതിക്ക് പേ പിടിച്ച പോലെ തന്നെ ആവുക. ചന്ദ്രയാണെങ്കിൽ തല്ലിയല്ലേ നൊലോളി, എൻ്റെ കുഞ്ഞിന് എന്താ ഇത് സംഭവിച്ചത്, ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ കുഞ്ഞിന് ഇങ്ങനൊരവസ്ഥ ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും ഭയങ്കര കരച്ചിൽ. അതേസമയം സച്ചി പറയുന്നുണ്ട്, ഞാൻ അയാളെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ, അയാളുടെ പട്ടി ചത്തുപോയോന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഇതൊക്കെ ഇവൻ്റെ മനസ്സിൻ്റെ തോന്നല എന്ന് പറയാം. എന്നിട്ട് സച്ചി ആ ഓണറെ വിളിക്കുക. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, അതിന് എൻ്റെ പട്ടി ചത്തൊന്നും പോയിട്ടില്ല, നിങ്ങൾ എന്താ പറഞ്ഞത്, എൻ്റെ പട്ടി ചത്തുപോയെന്നോ? ശ്രുതി ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ പട്ടി പോയെന്ന്. പട്ടി പോയി, അവൻ തുടർന്ന് പൊട്ടിച്ചോണ്ട് ഓടിപ്പോയി, കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇപ്പം എൻ്റെ കൂടെയുണ്ട് എൻ്റെ പൊന്നുമോൻ, എനിക്ക് ഒരുപാട് സന്തോഷമായി, അല്ലാതെ എൻ്റെ പട്ടി ചത്തൊന്നും പോയിട്ടില്ല, അവനൊരു കുഴപ്പമില്ല, അവൻ നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവുക. സച്ചി ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതിയോട് പറയുക, എൻ്റെ പൊന്നു ശ്രുതി, നീ ഇങ്ങനെ പേടിക്കാതെ, ആ പട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൻ നല്ല ആരോഗ്യവാനായിട്ട് അവിടെയുണ്ട്, അയാൾ ആ പട്ടി എങ്ങോട്ടോ ഓടിപ്പോയെന്നാണ് പറഞ്ഞത്, ഇനിയെങ്കിലും നീ പേടിക്കാതിരിക്കുക, നിനക്കൊരു പേയുമില്ല, ആ പട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് നിനക്കും കുഴപ്പമില്ലെന്ന് പറയുമ്പം ശ്രുതിക്കുന്ന ശ്വാസം നേരെ വിടുകയും മനുഷ്യനെ പോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുക. അങ്ങനെ ആകെപ്പാടെ ആ പട്ടിയുടെ കടി കൊണ്ടിട്ട് പേടിച്ച് വിറച്ച് ഒരു വിധത്തിലായി മാറിയിരിക്കുകയായിരുന്നു കേട്ടോ ശ്രുതി. നല്ല രസകരമായ കുറച്ച് എപ്പിസോഡുകളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്